എൻ്റെ പിൻട്രസ്റ്റ് എപ്പോൾ ഓപ്പൺ ആക്കിയാലും അതിൽ എന്നും ഉണ്ടാവണതാണ് ഫെയറി ഡോർ ഉണ്ടാക്കുന്നത്. ഫെയറി ഡോർ പറഞ്ഞാൽ എങ്ങനെയെന്നല്ലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ പേര് കണ്ടിട്ടുണ്ടാവും, ചിലർ കാണാത്തുണ്ടാവും. എപ്പോഴും അത് എൻ്റെ പിൻട്രസ്റ്റിൽ ഉണ്ടാവണതാണ്. അപ്പോൾ തൊട്ട് ഞാൻ ആദ്യമൊക്കെ സേവ് ആക്കിയിട്ടിരുന്നു. പിന്നെ പിൻട്രസ്റ്റ് അപ്ഡേറ്റ് ആക്കിയ ശേഷം അത് പോയി തീർന്നു. പിന്നെയും കുറേ ആയിട്ട് അതന്നെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തായാലും അതുണ്ടാക്കാനാണ് വിചാരിച്ചു. എപ്പോഴും ഫീൽഡിൽ വരുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും നമുക്ക് ഇന്ന് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാക്കിയാലോ. അതിന് ആദ്യം വേണ്ടത് എന്താ പറഞ്ഞാൽ കുറച്ച് കമ്പുകളാണ്. കമ്പുകൾ പറഞ്ഞാൽ വിറക്, നല്ല വിറകിൻ്റെ കൊള്ളികളും എല്ലാം കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾ അതൊക്കെ പെറുക്കിയെടുത്ത് വന്നോളും. ഞാനിപ്പോൾ കമ്പുകൾ തന്നെ രണ്ടെണ്ണം വെച്ചിട്ട് ഒരേ സൈസിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഫസ്റ്റ് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ കുഞ്ഞ കൊമ്പുകൾ ഒരു 5 എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഒരേപോലെ വെച്ചിട്ട് ഒരു ഡോറിൻ്റെ പോലെ ഒരേപോലെ വെച്ചിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്ത് പെയിൻറ്റും കൂടി ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പർപ്പിൾ കളറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ച വിറക് മീഡിയും താഴെയും പിന്നെ 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കും കൂടിയും ചെയ്യുക. പിന്നെ അതും കൂടിയും കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. യാണുണ്ടല്ലോ, ക്രോഷ ചെയ്യണ യാണ് വേണമെന്നൊന്നുമില്ല, സാധാരണ നമ്മൾ മെഷീനിലൊക്കെ ഉപയോഗിക്കണ യാണുണ്ടെങ്കിൽ അതെടുത്താലും മതി. അതെടുത്തിട്ട് കുറച്ച് പൊടി പോലെ ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്, മുറിച്ചെടുക്കുക. അതെടുത്തിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ പശൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ ഡ്രൈ ക്ലേ അല്ലേ, അത് വെച്ചിട്ട് ഞാൻ ഒരു ചെറിയ 2 മഷ്റൂമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ രസത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താച്ച ഉണ്ടാക്കിയിട്ട് അതിലൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ ബാക്കിയില്ല കുഞ്ഞു കൊമ്പുകൾ ഒന്ന് കെട്ടിയെടുത്തിട്ട് ഒരു സ്റ്റെയർ പോലെ ഒന്ന് കെട്ടിയെടുത്തിട്ട് അതും കൂടി ഒന്ന് സൈഡിൽ ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ഫെയറി ഡോർ റെഡിയായി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. വേറൊന്നല്ല, നമ്മുടെ 2K ആയാൽ ഗീവ് അവേൻ്റെ കാര്യം മറക്കണ്ട. പെട്ടെന്നൊന്ന് അയക്കാൻച്ചാൽ അതിനനുസരിച്ച് ഗീവ് അവേ ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നും പിന്നെ നമ്മുടെ ഈ ഫെയറി ഡോർ എങ്ങനെ ഉണ്ട് എന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കല്ലേ.